ധനകാര്യ മന്ത്രാലയം സെബി മേധാവി സ്ഥാനത്തേക്ക് ഫെബ്രുവരി 17-ന് അപേക്ഷകൾ ക്ഷണിച്ചിരുന്നു. മാധബി ബുരി പുച്ചിന്റെ മുൻഗാമികളായ അജയ് ത്യാഗിക്കും UK സിൻഹയ്ക്കും സെബി മേധാവി സ്ഥാനത്ത് കാലാവധി നീട്ടി നൽകിയതാണ്. ത്യാഗി 4 വർഷവും സിൻഹ 6 വർഷവും സ്ഥാനത്ത് തുടർന്നു. 1987 ബാച്ച് ഒഡീഷ കേഡർ IAS ഉദ്യോഗസ്ഥനാണ് പാണ്ഡെ. നിലവിൽ കേന്ദ്ര റവന്യൂ സെക്രട്ടറിയും ധനകാര്യ സെക്രട്ടറിയുമാണ്. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രഥമ ഓഹരി വിൽപ്പനയിലൂടെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഹരി വിപണിയുടെ ഭാഗമായത് തുഹിൻകാന്ത പാണ്ഡെയുടെ നേതൃത്വത്തിലാണ്. ഐക്യരാഷ്ട്രസഭയുടെ വ്യാവസായിക വികസന സംഘടനയുടെ റീജിയണൽ ഓഫീസിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിലും ഒഡീഷ സംസ്ഥാന സർക്കാരിലും പാണ്ഡെ നിരവധി സുപ്രധാന സ്ഥാനങ്ങൾ വഹിച്ചു. കേന്ദ്ര സർക്കാരിൽ നീതി ആയോഗ് ജോയിന്റ് സെക്രട്ടറി, ക്യാബിനറ്റ് സെക്രട്ടറിയേറ്റ് ജോയിന്റ് സെക്രട്ടറി, വാണിജ്യ മന്ത്രാലയത്തിൽ ഡെപ്യൂട്ടി സെക്രട്ടറി എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട് തുഹിൻകാന്തെ പാണ്ഡെ. സെബിയുടെ മേധാവിയായ ആദ്യ വനിത, ഏറ്റവും പ്രായം കുറഞ്ഞ സെബി മേധാവി, സ്വകാര്യ മേഖലയിൽ നിന്ന് സെബിയുടെ മേധാവിയായ ആദ്യ വ്യക്തി എന്നീ നേട്ടങ്ങളാണ് മാധബി ബുരി ബുച്ചിനുണ്ടായിരുന്നത്. അദാനിയുമായി ബന്ധപ്പെട്ട ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ തുടർന്ന് മാധബി ബുരി ബുച്ചിക്കെതിരെ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.